എടാ അടുത്തത് നമ്മുടെ റൗണ്ട് റോബിൻ. റൗണ്ട് റോബിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തായിരുന്നു, ടൈപ്പ് ഓഫ് പ്രീഎംറ്റീവ് ആയിരുന്നു. ഇച്ചിരി പാടാട്ടാ, പക്ഷെ ഇത് ചോദിക്കും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും. മോഡലിനകത്തിൽ റൗണ്ട് റോബിൻ കണ്ടിട്ടുണ്ട്. പ്രോബ്ലംസും ചോദിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ അൽഗരിതംസ് എഴുതാനും ചോദിക്കും. തിയറി ഞാൻ മറ്റേ നമ്മുടെ നോട്ടിനകത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സാധനം. അപ്പൊ ഫസ്റ്റ് റൗണ്ട് റോബിൻ നമുക്ക് ചെയ്യാം. പ്രോസസ്സ് ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യൻ അതിൽ തന്നിട്ടുള്ള പ്രോസസ്സ്, അറൈവൽ ടൈം, ബേസ്റ്റ് ടൈം. നമ്മുടെ ഫസ്റ്റ് നമ്മുടെ എപ്പോഴും തുടങ്ങുന്ന എവിടെ തൊട്ടാടാ, 0 തൊട്ടാ. അപ്പൊ 0 തൊട്ട് 0 അറൈവൽ ടൈം ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ 0 തൊട്ട് 1 വരെ നമ്മുടെ CPU വെയിറ്റ് ചെയ്യും. 1 എത്തുമ്പോൾ നോക്കും ആര് വന്നിട്ടുണ്ട്, P4 വന്നിട്ടുണ്ട്. അപ്പൊ 0 to 1 നമ്മുടെ സിസ്റ്റം എന്തായിട്ട് നിൽക്കും, ഐഡിലായിട്ട് നിൽക്കും. നമ്മുടെ CPU എന്തായിരിക്കും, ഐഡിലായിരിക്കും. 1 ആയപ്പോഴത്തേക്കിന് ആര് വന്നടാ, P4 വന്നു. P4 എക്സിക്യൂട്ട് ആവാനായിട്ട് തുടങ്ങി. P4 എക്സിക്യൂട്ട് ആയി കഴിയുമില്ല. ഇവിടെ നമ്മുടെ ടൈം ക്വസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3 മില്ലി സെക്കൻഡ് എന്ന് വെച്ചാൽ മിക്ക പ്രോബ്ലത്തിനകത്തിൽ 2 മില്ലി സെക്കൻഡ് ആട്ടോ. അപ്പൊ നമ്മൾ ഓരോന്നിനെയും അവർ എത്ര മില്ലി സെക്കൻഡ് വെച്ചിട്ടാണോ എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മുടെ ക്വസ്റ്റിനകത്ത് പറയുന്നത്, അത്രയും മില്ലി സെക്കൻഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇവിടെ അയാളെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് P4 വന്നു. P4നെ നമ്മൾ എത്ര മില്ലി സെക്കൻഡിൽ എക്സിക്യൂട്ട് ചെയ്യും? ടോട്ടൽ അയാളുടെ ടൈം പീരീഡ് 9 ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ 3 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്തു. അപ്പം 1 + 4 0 + 3 അല്ല ഇവിടെ വന്ന്, കാരണം 1ലാണ് ഇവിടെ തുടങ്ങി. അതുകൊണ്ട് 0 to 1 എന്തായിരുന്നു, നമ്മുടെ ഐഡിൽ ടൈം ആയിരുന്നു. അപ്പം 4 മില്ലി സെക്കൻഡ് വരെ എക്സിക്യൂട്ടായി, P4 എക്സിക്യൂട്ടായി. ഈ 4 മില്ലി സെക്കൻഡ് ആയപ്പോഴത്തേക്കിന് ആരൊക്കെ വന്ന് ക്യൂയിൽ നിൽക്കുവാടാ, ഫസ്റ്റ് P4നെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആരൊക്കെ വന്ന് ക്യൂയിൽ നിന്നു, 4 മില്ലി സെക്കൻഡ് ആയപ്പോഴത്തേക്കിന് P5 വന്നു. 2 മില്ലി സെക്കൻഡ് ആയപ്പോഴത്തേക്കിന് 3 മില്ലി സെക്കൻഡ് ആയപ്പോഴത്തേക്കിന് P3 വന്നു. 3 മില്ലി സെക്കൻഡ് ആയപ്പോഴത്തേക്കിന് P3 വന്നു. പിന്നെ ആരാ, 4ാമത്തെ മില്ലി സെക്കൻഡ് ആയപ്പോഴത്തേക്കിന് ആരും വന്നടാ, P2 വന്നു. ഇത്രയും പേരും വന്ന്, കാരണം ഇയാളുടെ 3 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവര് 3 പേര് വന്നേ. ഇവര് 3 പേരും കഴിഞ്ഞിട്ടേ ഇനി നമ്മുടെ എക്സിക്യൂട്ട് ആവത്തുള്ളൂ, P4 എക്സിക്യൂട്ട് ആവത്തുള്ളൂ. അപ്പൊ ഇനി നമ്മൾ അടുത്തത് P5നെ എടുത്തു. P5നെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ P5ന്റെ ടോട്ടൽ ഇവിടെ ഇപ്പൊ നമ്മുടെ ബാക്കി എത്ര പേരുണ്ട്, 9ൽ നിന്ന് 3 കുറച്ച് 6 പേര് ഇവിടെ ഇപ്പൊ നമ്മുടെ ബാക്കിയുണ്ട് P4ന്റേത്. പിന്നെ P5 വന്നു. P5ന്റെ എത്ര പേര് എക്സിക്യൂട്ട് ആവും, P5ന്റെ 3 പേര് എക്സിക്യൂട്ട് ആവും. പക്ഷെ 3 ഉണ്ടോ, നമ്മുടെ ബേസ്റ്റ് ടൈം ഇവിടെ 2 ഉള്ളൂ. അപ്പൊ 2 മില്ലി സെക്കൻഡ് P5 എക്സിക്യൂട്ട് ആവും 6 വരെ. അപ്പോഴത്തേക്കിന് 6 മില്ലി സെക്കൻഡ് ആവുമ്പോഴത്തേക്കിന് എത്ര പേരൂടെ വന്നു, 6 മില്ലി സെക്കൻഡ് ആയപ്പോഴത്തേക്കിന് P3 P2 P4 കഴിഞ്ഞു. P2 വരെ വന്നു കഴിഞ്ഞു. പിന്നെ ആരൊക്കെ കൂടെ വന്നു, P1ഉം വന്ന് നിൽക്കുക. പിന്നെ ആരാ വന്ന് നിന്നത്, P6ഉം വന്ന് നിൽക്കുക. ഇത്രയും പേര് ഇവിടെ എന്ത് ചെയ്യുക, വന്ന് നിന്നുകൊണ്ടിരിക്കുക. P5ന്റെ കംപ്ലീറ്റ് എക്സിക്യൂഷൻ കഴിഞ്ഞു. ഇനിയും ആരെയാ നമ്മൾ എക്സിക്യൂട്ട് ആക്കുന്നത്, P3നെയാ എക്സിക്യൂട്ട് ആക്കുന്നത്. P3യുടെ ബേസ്റ്റ് ടൈം എത്രയാടാ, 7. 7ൽ നിന്ന് 3 പേര് എക്സിക്യൂട്ട് ആക്കും. അത് കഴിഞ്ഞിട്ട് എത്ര വരും, ബാക്കി 4 എണ്ണം വരും. പിന്നെ അടുത്തത് ആരെയാ നമുക്കിനി എക്സിക്യൂട്ട് ആക്കാനുള്ളത്, P2നെയാണ് എക്സിക്യൂട്ട് ആക്കാനുള്ളത്. P2ന്റെ ബേസ്റ്റ് ടൈം എത്ര, 6. അതിൽ നിന്നും P2നെ 3 വട്ടം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ബാക്കി 3 വന്നു, 6 - 3, അതായത് ബേസ്റ്റ് ടൈം. പിന്നെ P2നെ എക്സിക്യൂട്ട് ആക്കി കഴിഞ്ഞിട്ട് ഇനി ആരാ നമുക്ക് വന്ന് നിൽക്കുന്നത്, P4. അതിനായി ഈ സ്റ്റേറ്റ് ഡയഗ്രാം വരച്ചത് കേട്ടാ. P4നെ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞ് ഈ P6 കഴിഞ്ഞിട്ട് ഇനി ആര് വരും, P5 ഫുൾ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞു. P6 കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇവിടെ ശരിക്കും വരാൻ പോകുന്നത് P4 2 വട്ടമായി. പിന്നെ ഇനി ഇവിടെ P6 ഒരു സെറ്റ് ഫുള്ള് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും P3 വരും. പിന്നെ നമ്മുടെ P2 വരും. ഈ ഒരു ഓർഡർ തന്നെ P3 വരും. പിന്നെ നമുക്ക് P2 വരും. പിന്നെ വീണ്ടും നമുക്ക് ആര് വരും, P4 വരും. അത് കഴിയുമ്പോൾ നമുക്ക് P1 വരും. പിന്നെ ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് P3 വരും. ഇങ്ങനെയാണ് ഓർഡർ വരുന്നത്. അതായത് റെഡി സ്റ്റേറ്റ് പോട്ടെ, അതെല്ലാം അവിടെ ഇരിക്കട്ടെ. ഇത്രയും വെച്ചിട്ട് തന്നെ പറയാം. നമുക്ക് P4 എക്സിക്യൂട്ട് ആയി. എത്ര മില്ലി സെക്കൻഡിൽ എക്സിക്യൂട്ട് ആയിടാ, 3 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ആയി. വീണ്ടും ആര് വന്നു, P1 എക്സിക്യൂട്ട് ആവും. P1ന് 5 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 3 കുറയ്ക്കും. അപ്പോഴത്തേക്കിന് വീണ്ടും 2 മില്ലി സെക്കൻഡ്. പിന്നെ ആരാ ഇവിടെ വന്ന് ക്യൂവിൽ നിൽക്കുന്നത്, P6. അതിന്റെ ബേസ്റ്റ് ടൈം 3 ആയിരുന്നു. അതുകൊണ്ട് നമ്മുടെ P6 എന്തായി, ഫുള്ള് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞു.
ഇനി ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്കിന് ആരൊക്കെ പോയി P5 ഫുൾ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞു, നമ്മുടെ ഇയാളും P6 ഫുൾ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞു. ഇനി ഇവർ 4 പേരുമാണ് ഉള്ളത്. ഇവർ 4 പേരിൽ ആദ്യമേ ആരാ ഇനി എക്സിക്യൂട്ട് ആവാനായിട്ട് പോകുന്നത്? P4 ഓൾറെഡി 2 വട്ടം എക്സിക്യൂട്ട് ആയി കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കിനി P4നെ എടുക്കാൻ പറ്റുമോ? ഇല്ല. പകരം ആരാ ഇനി അടുത്തത് വരാനായിട്ട് പോകുന്നത്? P3നെ ആയിരിക്കും നമ്മൾ ഇനി നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ആരാ? P2. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മൂന്നാമത്തെ സെറ്റിലാണ് ആര് വരുന്നത്? P4 വരുന്നത്. P4ഉം കഴിഞ്ഞിട്ടാണ് പിന്നെ ആര് വരുന്നത്? P1 വരുന്നത്. P1ഉം കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ആര്? P1ഉം വരും. ഓക്കെ, അത്ര ഇരിക്കട്ടെ. അപ്പൊ ഫസ്റ്റ് P3 ആണ് നെക്സ്റ്റ് വരുന്നത്. P3 എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള 4 പേര് ഉണ്ടായിരുന്നു. 4 പേരിൽ വീണ്ടും 3 പേര് എക്സിക്യൂട്ടായി. ബാക്കി എത്ര വരും? 1 വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആര് വരും? P2 വരും. P2 വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ P2വിന്റെ ടോട്ടൽ 3 ആയിരുന്നു. അപ്പൊ ഇവിടെ എത്തിയപ്പോഴത്തേക്കിന് 3 കൂടെ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് P2വിന്റെയും ഫുൾ എക്സിക്യൂഷൻ ലെവൽ കഴിഞ്ഞു. ഇനി ആരാ നമുക്ക് വരാനുള്ളത്? P1 വരാനുണ്ട്. P1ന്റെയും 5 ആയിരുന്നു എക്സിക്യൂഷൻ ടൈം. അതിൽ നിന്ന് 3 ഓൾറെഡി എക്സിക്യൂട്ട് ആക്കി. പിന്നെ ഇനി എത്ര പേരൂടെ ഉണ്ട്? 2 മില്ലി സെക്കൻഡ് കൂടെ ഉണ്ട് വരാൻ. അപ്പം നമുക്കിനി നമ്മൾ അന്നേരം അവിടെ ആരെ എക്സിക്യൂട്ട് ചെയ്യും? P1നെ 2 മില്ലി സെക്കൻഡ് കൂടെ എക്സിക്യൂട്ട് ചെയ്യും. P1നെ 2 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ആര് വരെ തീർന്നു? ഇത്രയും പേരുടെ സെറ്റ് തീർന്നു. P1 കഴിഞ്ഞു, P2 കഴിഞ്ഞു, P4, P5, P6 കഴിഞ്ഞു. ഇനി ആരാണുള്ളത്? P3 ആണുള്ളത്. P3 എവിടെ ആയിട്ട് വരും? P3 ബാക്കി ഒരാളൂടെ ഉള്ളു എക്സിക്യൂട്ട് ആവാനായിട്ട്. അപ്പൊ ഏറ്റവും ലാസ്റ്റിൽ P3നെ എക്സിക്യൂട്ട് ആവും. അപ്പൊ ഫസ്റ്റ് എന്തുവാടാ ചെയ്തത്? P4 വന്ന് നിന്നു. അത് 1 മില്ലി സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആരൊക്കെ കൂടെ വന്നു? 1 മില്ലി സെക്കൻഡ് കഴിഞ്ഞ അത് വന്ന് എത്ര മില്ലി സെക്കൻഡ്? 3 മില്ലി സെക്കൻഡ് ആയി. ടോട്ടൽ 4 മില്ലി സെക്കൻഡ് ആയപ്പോഴത്തേക്കിന് വീണ്ടും ആരൊക്കെ വന്ന് ക്യൂവിൽ നിന്നു? P5 വന്ന് ക്യൂവിൽ നിന്നു. പിന്നെ P3 വന്ന് ക്യൂവിൽ നിന്നു. P2 വന്ന് ക്യൂവിൽ നിന്നു. അതിലും P5നെ ഇവരെ എല്ലാവരും P5 കൂടെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആരൊക്കെ കൂടെ വന്നു? P1ഉം വന്നു, P6ഉം വന്നു. പിന്നെ ആ ഒരു ഓർഡറിൽ തന്നെ, ആ വരുന്ന ഓർഡറിൽ തന്നെ എത്ര പേര് ബാക്കിയുണ്ടെന്നോടെ വെച്ചിട്ടാണ് ഈ ഒരു റൗണ്ട് റോബിൻ ചെയ്ത് പോകുന്നത്. കുഴപ്പമില്ല, മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡയഗ്രാം, ഈ ഒരു ടേബിളൂടെ ഓരോ സ്റ്റേജസ് കഴിയുമ്പോഴും ഈ ഒരു ടേബിൾ റെഡിക്കൂടെ വരച്ച് വെട്ടി പോയി കഴിഞ്ഞാലും ഇവിടെ നമുക്ക് മൈനസ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ സാധനം കിട്ടും, ചെയ്യാനായിട്ട് പറ്റും.